ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി മാറുക. നമ്മൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുമ്പോൾ 29-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നത്, വിശുദ്ധിയുടെ അലങ്കാര വസ്ത്രം ധരിച്ച് കർത്താവിനെ നമസ്കരിപ്പീൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം 110-3 പറയുന്നത്, വിശുദ്ധിയുടെ അലങ്കാര വസ്ത്രം ധരിച്ച് ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. റോമർ 12-2 പറയുന്നത്, ജീവനും വിശുദ്ധിയുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. ഇതാണ് ബുദ്ധിയുള്ള ആരാധന, ജീവനുള്ള യാഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തണം. ഓരോ ദിവസവും നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ.